അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ. അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പ ഇക്കരയ്ക്കും ഒരു കണ്ണു വേണേ. കൊടും വനത്തിനുള്ളിൽ കുതിച്ചാർത്തു പായുന്ന പുഴ സാക്ഷിയാക്കി ഒരു മഹോത്സവം അനുഭവ വേദ്യമാക്കാൻ സഞ്ചാരികളുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന് കഴിയൂ. അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നീ അമ്പലങ്ങൾ ബാവലിപ്പുഴയുടെ 2 കരങ്ങളിലായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ജീവിതമാമ്പുഴ ചിറകെട്ടി വഴിയിട്ട് അക്കരയ്ക്കൊന്ന് ഞാൻ വന്നിടട്ടെ. ജീവിതമാമ്പുഴ ചിറകെട്ടി വഴിയിട്ട് അക്കരയ്ക്കൊന്ന് ഞാൻ വന്നിടട്ടെ. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ 2 മഹാദേവ ക്ഷേത്രങ്ങളാണ് കൊട്ടിയൂർ ശിവക്ഷേത്രങ്ങൾ. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണകാശി എന്നും ഇവിടം അറിയപ്പെടുന്നു. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് ശിവഭഗവാന്റെ ഭാര്യയായിരുന്ന സതീദേവിയുടെ പിതാവായിരുന്നു ദക്ഷൻ. ഒരിക്കൽ യജ്ഞവേദിയിലെത്തിയ ദക്ഷനെ മുനിമാരും ദേവന്മാരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി. എന്നാൽ ശിവൻ ഇരുന്നിടത്തു നിന്ന് അനങ്ങിയില്ല. ഇത് കണ്ട് ദക്ഷന് ഏറെ ദേഷ്യം വന്നു. സദസ്സിൽ വെച്ച് ശിവനെ നിന്ദിക്കുകയും ചെയ്തു. ഏറെ കോപാകുലനായ ശിവൻ ദക്ഷൻ ആടിന്റെ മുഖമായി നടക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. ദക്ഷൻ തൻ്റെ ശാപമുക്തിക്ക് വേണ്ടി ഒരു യാഗം ആരംഭിച്ചു. ലോകത്തെ എല്ലാ മഹാത്മാക്കളെയും ദക്ഷൻ ക്ഷണിച്ചു. ഇതറിഞ്ഞ സതി ശിവന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ക്ഷണിക്കാതെ തന്നെ അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാനെത്തി. എന്നാൽ യജ്ഞശാലയിലെത്തിയ സതിയെ ദക്ഷൻ ഗൗനിച്ചില്ല. അച്ഛനിൽ നിന്നേറ്റ അപമാനം സതി ക്ഷമിച്ചെങ്കിലും ഹവിർഭാഗം തൻ്റെ ഭർത്താവിന് വയ്ക്കാത്തതിനാൽ സതി അത്യന്തം കോപാകുലയായി. ഭർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ച് അപമാനമേൽക്കേണ്ടി വന്ന സതി ദക്ഷന്റെ യാഗാഗ്നിയിൽ ചാടി ജീവൻ ത്യജിച്ചു. ഇതറിഞ്ഞ ശിവൻ കോപത്തോടെ തൻ്റെ ജട നിലത്തടിച്ചു. അപ്പോൾ തന്നെ വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. യജ്ഞശാല പാടെ തകർത്ത വീരഭദ്രൻ യജ്ഞാചാര്യൻ ഭൃഗുമുനിയുടെ താടി പറിച്ചെറിഞ്ഞു. കൊട്ടിയൂരിലെ തിരുവഞ്ചിറയിലാണ് താടി വന്നു വീണത്. ഇതുകൊണ്ട് തന്നെ യാഗസ്മരണയ്ക്കും ഭൃഗുമുനിയുടെ താടിയാണെന്ന സങ്കല്പത്തിലുമാണ് ഭക്തർ ഓടപ്പൂക്കൾ കൊണ്ടുപോകുന്നത്. ജടമുറിച്ചു പറിച്ചെറിഞ്ഞൊരു ശങ്കരദ്രുത താണ്ഡവം കൊട്ടിയൂരിലതോടപ്പൂവായി എന്നും. ദക്ഷന്റെ തല ചിതറിപ്പോയതിനാൽ മൂലോകരുടെയും അഭ്യർത്ഥന പ്രകാരം ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. യാഗവും പൂർത്തിയാക്കി. ദുഃഖിതനായ ശിവൻ സതിയുടെ ശരീരവുമായി അലയാൻ തുടങ്ങി. ഇതുകണ്ട മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി ചിതറിത്തെറിപ്പിച്ചു. അവ ചെന്ന് പതിച്ച സ്ഥലങ്ങൾ ഭഗവതിയുടെ 51 ശക്തി പീഠ ക്ഷേത്രങ്ങളായി മാറുകയും വൈരാഗിയായ ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. യാഗഭൂവിലെ താണ്ഡവം ക്ഷിപ്രകോപിത താണ്ഡവം. പിന്നീട് കൊടും വനമായി തീർന്ന യാഗസ്ഥലം കുറിച്യർ എന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ വാസസ്ഥലമായി മാറി. അങ്ങനെയിരിക്കെ ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരസുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടിയെന്നാണ് വിശ്വാസം.
വൈശാഖ മാസത്തിൽ ഇന്നു കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയെടുത്തത് ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മലയാള മാസമായ ഇടവമാസത്തിലെ ചോതിനാളിൽ തുടങ്ങി 28 ദിവസമാണ് ഉത്സവം. വൈശാഖ മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത്. ഇളനീരാട്ടത്തോടെയാണ് ഉത്സവം തുടങ്ങുന്നത്. ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഇളനീരാട്ടം ആയി മാറിയത്. അതിന് അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ കാത്തുകൊള്ളുക, ശംഭുവല്ലാതിനി അഭയമില്ലപ്പ കൊട്ടിയൂരപ്പ. ഉത്സവം തീരുമ്പോൾ പൂജകൾ മുഴുവനാകരുത് എന്നതാണ് വൈദിക വിധി. ഉത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ കൊല്ലം മുഴുവനാകാതിരുന്ന പൂജകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ്. പ്രകൃതിയോട് ഏറെ അടുത്തു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കുക എന്നത് ഒരു മനുഷ്യായുസ്സിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. നാളുകളേറെയായി ഞാനും കൊതിക്കുന്നു കൊട്ടിയൂരിലേക്ക് യാത്ര പോകാൻ. നാളുകളേറെയായി ഞാനും കൊതിക്കുന്നു കൊട്ടിയൂരിലേക്ക് യാത്ര പോകാൻ.